ഇതാണ് ഐഫോൺ 17 Pro Max. ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് 17 ഉണ്ട്, എയർ ഉണ്ട്, അതേപോലെ തന്നെ എയർപോഡ് ഉണ്ട്, വാച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യും. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ കിടിലൻ സംഭവം? കാരണം ഒരുപാട് പേര് ഭയങ്കര അപ്രീസിയേഷനാണ്, ഗംഭീര ചേഞ്ചുകളൊക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. സോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ നമുക്ക് പരിശോധിക്കാം. സോ ഇതാണ് 17 Pro Maxൻ്റെ ബോക്സ്. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ആ സൗണ്ട് എഫക്റ്റ്, തുറക്കുമ്പോഴുള്ള സൗണ്ട് എഫക്റ്റ് പരിപാടിയൊക്കെ വേണം. അതായിരുന്നു അതിൻ്റെ സൗണ്ട്. ഇത് ഭയങ്കര സ്മൂത്തായിട്ട് തുറക്കും. ഓക്കെ, സോ അതങ്ങോട്ട് മാറ്റിയിടാം. നമ്മൾ ഓപ്പൺ ചെയ്യുവാണേ. കമാൺ. ഓക്കെ ഗൈസ്, സോ അപ്പോൾ ഇതാണ് 17 Pro Max. ബോക്സിൽ കേബിൾ, സിം ടൂൾ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൽ അവർ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുത്തില്ല. നിങ്ങളിത് ഈ ഒരു QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് വേണോ? ഓക്കെ, വലിയ സൗണ്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് 17 Pro Max. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഡീപ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് കളർ വേരിയൻറ്റ് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അവിടെ പോയിട്ട് മൊത്തം എല്ലാ കളറുകളും മോഡലുകളും ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു. ആ കളറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ എല്ലാ കളറും നന്നായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്നാണ്. ആ ഒരു അതായത് നമ്മുടെ 16 Pro Maxൻ്റെ ഒക്കെ ആ ഒരു പ്രീമിയം സംഭവം ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വലിയ മാറ്റമില്ല ഇപ്പോഴും. എന്നാലും ഇത് ഞാൻ വിചാരിച്ചത്ര മോശമല്ല, സംഭവം നന്നായിട്ടുണ്ട്. മാത്രമല്ല ഇതിലേക്ക് വന്നപ്പോൾ ഒരു സുഖം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഷാർപ്പായിട്ടുള്ള എഡ്ജുകളാണ്. ഇത് പിടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടാണ് ഇത് കയ്യിൽ പിടിക്കാനെന്നുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഇതിൽ കേസ് ഇട്ട് ഉപയോഗിച്ച ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഞാൻ കേസ് ഇടാതെയാണ് ഫോൺ ഉപയോഗിക്കാറ്. അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടിയപ്പോഴാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് കംഫർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ ഇത് പറ്റുന്നുണ്ടെന്നൊരു തോന്നൽ വന്നത്. അതാണ് ഇതിലൊരു നല്ല കാര്യം തോന്നിയത്. ബാക്കി ഡിസൈൻ അത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. നമുക്ക് ഡീപ് ബ്ലൂ കളറാണ് കിട്ടിയിരിക്കുന്നത്. അലുമിനിയം യൂണി ബോഡി ഡിസൈനാണ്, മൊത്തം അലുമിനിയമാണ്. അപ്പോൾ അത് തെർമൽ കുറയ്ക്കും, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഫോണിൽ വെയിറ്റ് കൂടിയിരിക്കുകയാണ് നമ്മുടെ 16 Pro Maxനെ അപേക്ഷിച്ച്. എന്നാലും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതാണ്. ഒപ്പം തന്നെ ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡ് 2-ന്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 2-3 മടങ്ങൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി ബെറ്റർ ഡ്യൂറബിലിറ്റി നമ്മുടെ 16 Pro Maxനെ അപേക്ഷിച്ച് ഈ ഒരു ഫോൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നല്ല കാര്യം. ബാഗിൽ ഫുൾ അലുമിനിയം യൂണിബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ സെറാമിക് ഷീൽഡിൻ്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്, അതായത് വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗമാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അത് സെറാമിക് ഷീൽഡാണ്, 2 അല്ല. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ? ബാക്കി ബട്ടൺസ്, പോർട്സ്, എല്ലാ കാര്യങ്ങളും സെയിം ആണ്. USB 3 തന്നെ കൊടുത്തിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ വർഷം 16 Pro Maxൻ്റെ സെയിം സംഭവമാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ആൻറ്റിന ലൈനാണ്. കണ്ടോ, ഇതിൽ കുറച്ചും കൂടി ബെറ്ററായ നെറ്റ്വർക്ക് കണക്ഷൻ ഈ ഫോണിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ ആൻറ്റിന ലൈൻ ക്യാമറ മോഡ്യൂളിന് ചുറ്റും ഇങ്ങനെ കറങ്ങി പോകുന്ന തരത്തിലാണ് ആൻറ്റിന ലൈൻ കൊടുത്തിരിക്കുന്നത്. സോ അത് ഇതിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനെ കുറച്ചും കൂടി ബെറ്റർ ആക്കും. ഒപ്പം തന്നെ ആപ്പിളിൻ്റെ N1 ചിപ്പും വരുന്നുണ്ട്. അതിനൊപ്പം Wi-Fi 7, Bluetooth 6 എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് കൂടുതൽ ബെറ്ററായ ഒരു നെറ്റ്വർക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിലുള്ളത് നമ്മുടെ 16 Pro Maxനെ അപേക്ഷിച്ച്. സോ ബെറ്ററായ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഈ ഫോണിലുണ്ട്. ഈ ഒരു കാര്യം വരും ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം ബെറ്റർ ആയിരുന്നുള്ള കാര്യം ആഫ്റ്റർ 1 മന്ത് റിവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. തിരക്കില്ല, നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടേ വാങ്ങിക്കുമെന്നുള്ളവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഫോണിൻ്റെ വെയിറ്റും തിക്നെസ് പറയണമെന്നുള്ളവർക്ക് 231 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. തിക്നെസ് ആണെങ്കിൽ 8.75 mm ആണ്. രണ്ടായാലും അത്യാവശ്യം ഹെവിയർ സൈഡിലാണ്. ബട്ട് പ്രോ യൂസേഴ്സിന് അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല അല്ലേ. സോ അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യങ്ങൾ ഇത്രയുമാണ്. ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ നീട്ടി, പിന്നെ ഈ സെറാമിക് ഷീൽഡ് ഇങ്ങനെ വെച്ചു, ഇതൊക്കെയാണ്. പിന്നെ അലുമിനിയം ആക്കി, ഈ സൈഡ് ഇച്ചിരി കറവ് പോലെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് ഈ ഫോണിൽ ഡിസൈൻ്റെ ഭാഗത്ത് വന്നു. കുറേ കാലത്തിന് ശേഷം ആപ്പിളിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറി എന്ന് പറയാം. പിന്നെ ഇതിൽ IP68 റേറ്റിംഗ് പതിവ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ ഫോണിലുള്ള പോലെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഡിസൈനെക്കുറിച്ച് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഡിസ്പ്ലേ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. യാതൊരു ഇഷ്യൂസും കാണാനില്ല, സെറ്റാണ്. അതായത് 6.9 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് Pro Maxൽ. 6.3 ആണ് പ്രോയിൽ വരുന്നത് കേട്ടോ. അറിഞ്ഞിരുന്നോ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്. 1000 nitsന്റെ മാക്സിമം ബ്രൈറ്റ്നസ്, 1600 പീക്ക് ബ്രൈറ്റ്നസ്, 3000 nits ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. നമ്മൾ പുറത്ത് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ യാതൊരു വിഷയമില്ല, നല്ല ബ്രൈറ്റ് ആണ്, ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്, ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ, യാതൊരു വിഷയവുമില്ല. ഇതിനകത്ത് ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ S25 അൾട്രയിലൊക്കെ ഉണ്ട്, ഇതിലില്ല എന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ലൈറ്റ് അടിക്കുമ്പോഴും അങ്ങനെ റിഫ്ലക്ഷൻ തോന്നാത്ത രീതിയിലുള്ളൊരു കാര്യം. പക്ഷേ അത്രയും ഒരു സ്ട്രെങ്ത്തിലല്ല കൊടുത്തിരിക്കുന്നത്, എന്നാലും ഡീസൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് അടക്കം ഇത്തവണ ഐഫോൺ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഡിസ്പ്ലേ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബെസ്റ്റ് ഡിസ്പ്ലേ, വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. എന്നാൽ ഇനി അടുത്ത സെക്ഷൻ തീർച്ചയായിട്ടും പറയാനുണ്ട്. ഇതിൻ്റെ ക്യാമറ 3 48 MP ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫ്യൂഷൻ ക്യാമറയാണ്. നിങ്ങൾക്ക് പല ലെൻസ്, പല mm ഒക്കെ ഇട്ടെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഫ്യൂഷൻ ക്യാമറ കൊണ്ട് പറയുന്നത്.
ഈ 3 ലെൻസ് വെക്കുമ്പോഴും 5 ലെൻസ് 6 ലെൻസൊക്കെ ഉള്ള പോലെയൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും 3 ലെൻസും 48 മെഗാ പിക്സലാണെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ടെലിഫോട്ടോ അടക്കം 48 മെഗാ പിക്സലാണ്. നോർമലി നമുക്ക് 4xന്റെ ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൽ കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ 8xലേക്ക് ഇടുമ്പോൾ 12 മെഗാ പിക്സലിൻ്റെ ലെവലിലേക്ക് വന്ന ഒരു ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം എന്ന് പറയുന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സൂമിങ്. എങ്ങനെ പോയാലും ക്വാളിറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 8x നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. പക്ഷേ ഈ ക്യാമറയുടെ ഭാഗത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം, എനിക്ക് ആ സിനിമാറ്റിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു 60 FPS കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ 60 FPS ഉണ്ടായിരുന്നെങ്കിൽ നല്ല സിനിമാറ്റിക് മോഡിൽ സ്ലോ മോഷനൊക്കെ ആക്കാൻ പറ്റിയ തരത്തിൽ എടുക്കാമായിരുന്നു. ഇതിൽ 30 FPS തന്നെയാണ് വരുന്നത്. ബട്ട് ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാമ്പിളുകൾ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 4K ഡോൾബി വിഷൻ റെക്കോർഡിംഗ് 120 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 4Kയിൽ നിങ്ങൾക്ക് 120 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ സെൻട്രൽ സ്റ്റേജ് ക്യാമറ എന്ന് പറയുന്ന ഒരു സെൽഫി ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതും 18 മെഗാ പിക്സലിൻ്റെ, കഴിഞ്ഞ 12 മെഗാ പിക്സലായിരുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ സെൻസർ വന്നിട്ട് സ്ക്വയർ ഷേപ്പിലാണ്. ഈ സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇത്തിരി ഗ്രൂപ്പായിട്ട് ആൾക്കാർ നമ്മൾ ചെരിച്ച് പിടിച്ചിട്ട് വലുതായിട്ട് സെൽഫി എടുക്കില്ലേ, ആ പരിപാടി വേണ്ട. പകരം ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒറ്റ പ്രസ്സിലൂടെ ഇതിനെ സൈഡിലേക്ക് ഹൊറിസോണ്ടലാക്കിയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നല്ല കാര്യമാണ്. കയ്യിൽ ഫോൺ കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ആ വൈഡ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. 5-10 കൊല്ലം മുമ്പേ ആൻഡ്രോയിഡ് ഫോണുകളിൽ വന്ന ആ ഫീച്ചർ, ഏത് ഡുവൽ ക്യാപ്ചർ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസായിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ വരേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. സോ സെൽഫി ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് മാറി. മെയിൻ ക്യാമറയിൽ 48 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മാറ്റമായിട്ട് വന്നത്. ക്യാമറയുടെ ഭാഗത്ത് സാമ്പിൾ നിങ്ങൾ കണ്ടു. അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ക്യാമറയെക്കുറിച്ചുള്ള ഒരു ഇനീഷ്യൽ ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഒരു പറയുന്ന കാര്യങ്ങൾ, ഇതിൽ അവകാശവാദങ്ങൾ ഞാൻ പറയാം. 50%, അതായത് ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ 50% ചാർജ് 20 മിനിറ്റ് കൊണ്ടാവുമെന്നാണ് പറയുന്നത്. അത് 40 വാട്ട് ചാർജർ, അതിന് എബോ ഒരു ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 50% ചാർജൊക്കെ 20 മിനിറ്റ് കൊണ്ടാവും. ഇനി വയർലെസ് ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 30 വാട്ട് അതിൽ കൂടിയ ഒരു ചാർജർ മാക്സേഫ് സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ടൊക്കെ 50% ചാർജ് ആവും. അതും ഒരു നല്ല ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് പറയാം. ഇനി ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 37 അവറിൻ്റെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ബാറ്ററി MAHനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അതായത് 4823 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ആയിട്ട് പറയുന്നത്. സിം ഇല്ലാത്ത വെർഷൻ, അതായത് നമ്മൾ ഫിസിക്കൽ സിം ഇടാൻ പറ്റാത്ത ഈ സിമ്മിൻ്റെ വെർഷനിൽ 5088 അങ്ങനെ ഒരു mAh ബാറ്ററിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ലൈഫ് നമുക്ക് ഈ സിം വെർഷനിൽ കിട്ടും. നമ്മളെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 4800 mAh ബാറ്ററിയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഇന്ത്യൻ യൂണിറ്റ് ആണ്. സോ നമുക്ക് ഫിസിക്കൽ സിം ഇടാൻ പറ്റും. സിംഗിൾ സിം ഇതിൽ ഈ സാധാരണ സിം ഇടാം. പിന്നെ ഈ സിം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ സിം എന്ന രീതിയിലേക്ക് ഈ സിം ഇട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ A19 Pro ചിപ്സെറ്റ് ആണ് കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയൊരു അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. ഒരുപാട് പേര് പറയുന്നു ഗംഭീര പെർഫോമൻസ് ആണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നു. എനിക്ക് യാതൊരു ഇഷ്യൂവും കണ്ടിട്ട് തോന്നുന്നൊന്നുമില്ല. അത് തോന്നാൻ വഴിയില്ല. ഇതിപ്പോൾ ഇതിൻ്റെ 3-4 വർഷം മുമ്പുള്ള മോഡലാണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ടുള്ള പെർഫോമൻസ് കിട്ടും. നമ്മളാണെങ്കിലും ഇവിടെ 16 Pro Max ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു വിഷയവും പെർഫോമൻസ് അതിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ യൂസിൽ പോയിട്ട് ഇത് വന്നിട്ട് അടിപൊളി എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അടിപൊളി ആയിരിക്കും. ഒരു മാസം ഉപയോഗിച്ച് ഗെയിം അടക്കം കളിച്ച് നോക്കി ഹീറ്റ് ആവുന്നുണ്ടോ, എന്താണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ലെവൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂവിൽ നമ്മൾ കൊണ്ടുവരാം. ഇപ്പോഴേക്ക് A19 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. ഗംഭീര സംഭവമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, iOS 26 മൊത്തത്തിൽ ഗ്ലാസ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ 16 Pro Maxൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് എടുത്തിട്ട് ഉപയോഗിച്ചു. പല ബഗ്സ് അറിയാം. ബീറ്റ വെർഷനിൽ അതും ഡെവലപ്പർ ബീറ്റയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു. റോൾ ബാക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. കാരണം ഒരുപാട് ഡാറ്റാസ് ഒക്കെ മാറ്റാൻ വലിയ പാടാണ്. അതുകൊണ്ട് റോൾ ബാക്ക് ചെയ്യേണ്ട ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഉപയോഗിച്ച് വന്നു. ഇന്നിപ്പോൾ സ്റ്റേബിൾ വെർഷൻ നമുക്ക് ഈ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഞാൻ ഭയങ്കര ഫാനായി മാറി. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ ഗംഭീരമായിട്ട് ഉപയോഗിച്ച് നോക്കട്ടെ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ഗെയിം കളിക്കുമ്പോൾ ഈ ഫോൺ ഹീറ്റായിട്ട് ഡിസ്പ്ലേ ഡിമ്മാവുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഗെയിം കളിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ബുദ്ധിമുട്ട് ഇതിലൂടെ മാറുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ. ഡീറ്റെയിൽ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഡീറ്റെയിൽ റിവ്യൂ വരുന്നുണ്ട്. ഡീറ്റെയിൽ റിവ്യൂ മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാനിടും. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഇട്ട് ഞാൻ വെറുപ്പിക്കും, ഒരു സംശയവും വേണ്ട. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം പറയാം. പിന്നെ പതിവ് സാധനങ്ങൾ ഞാൻ എല്ലാം വലിച്ചു വാരി പറയുന്നില്ല. ഇപ്പോൾ മെയിനായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്, ഡൈനാമിക് ഐലൻഡിൻ്റെ മഹത്വങ്ങൾ, നോട്ടിഫിക്കേഷൻ കാർഡ് വരും, ഇങ്ങനെ വരും, പിന്നെ ലൈവ് ആക്ടിവിറ്റി, അതൊക്കെ നോർമലി എല്ലാം പഴയ ഫോണുകളുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. മെയിനായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കി. നിങ്ങൾ ഒരുപാട് ഈ വീഡിയോ ക്ലിപ്പുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. പല കളറുകളുടെ, എല്ലാ കളറുകളുടെയും വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു. മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈനും ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്.
പക്ഷേ എന്നാലും ആ ഒരു എനിക്കങ്ങനെ ഒരു 100% ഈ ഒരു മോഡൽ ഒക്കെ വന്നിട്ടുണ്ടല്ലോ 13, 14, 15, 16 എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കേട്ടോ. എന്നാലും സംഭവം കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യുക. പ്രോ മാക്സിന് 1,49,900, അതായത് 1,50,000, 1.5 ലക്ഷമാണ് വരുന്നത്. 17 പ്രോ 1,34,000, 34,900, 1,35,000 വരുന്നത്. 256 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ 100 തരേണ്ട പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ 17,000 100 തരേണ്ട പരിപാടിയൊന്നുമില്ല. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രൈസ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഇനി ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് വരുമ്പോൾ ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇംഗ്ലീഷ് ഇംപ്രഷൻ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.